So finally my best friend getting married. ആ ഹാപ്പി ന്യൂസ് ഞങ്ങൾ അറിയിക്കുന്നു. 10 years of relationship. Will you my best friend? നമുക്കൊരു വ്ലോഗ് എടുക്കാം. കമോണ്ടാ. കാരണം ഈ പെണ്ണുപിള്ളെ കൊണ്ട് നടക്കാനില്ല. ഞാനോ? ഇവള് 10 വർഷത്തിൽ ഒരാളെ പ്രേമിച്ച സമയത്ത് ഞാൻ അതിന്റെ ഇടയിൽ 2 പേരെ പ്രേമിച്ചു. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പൊ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം ഗൈസ്. ഫൈനലി എൻ്റെ ഒരു ഭയങ്കര എൻ്റെ എന്നല്ല ഒരു ഹാപ്പി ന്യൂസ് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. അങ്ങനെ ഒരുപാട് വർഷത്തെ നീണ്ട കാത്തിരിപ്പിന് ശേഷം എൻ്റെ ഒരു മാമി തീ വിഴുങ്ങുമായിരുന്നു 6 മണിക്ക് ശേഷം. പക്ഷെ ആ 6 മണിക്കുള്ള തീ വിഴുങ്ങത്തിൽ നിന്ന് മാമി രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് പോവാണ്. സോ ഗൈസ്, ഫൈനലി മൈ ബെസ്റ്റ് ഫ്രണ്ട് ഗെറ്റിംഗ് മാരീഡ്. നിങ്ങൾ വേണമെങ്കിൽ എന്നോട് കൂട്ടുകൂടാം, അല്ലെങ്കിൽ പോകാം. അവളല്ല ഗൈസ്, അവൾ. അല്ല, ഇതാരാ? വാര്യമ്പള്ളിയില് മീനാക്ഷി അല്ലയോ? ഇവൾ കല്യാണം കഴിക്കാൻ വേണ്ടിട്ട് പോവുകയാണ്. സോ അങ്ങനെ നീണ്ട 10 വർഷത്തിന്റെ കാത്തിരിപ്പിന് ശേഷം ഞാൻ പറഞ്ഞല്ലോ ഗൈസ്, ഒരു മാമിയെ കുറിച്ച് പറഞ്ഞില്ല, അത് അവളെ അമ്മ ബിന്ദു മാമി. ഇത് ശ്രദ്ധിച്ചേക്കണം, ബിന്ദു മാമി 6 മണിക്ക് ശേഷം എന്ത് വിഴുന്നു? കനൽ കട്ടകൾ മാമി ഇങ്ങനെ ഇതുവഴി വെന്തിറക്കാറുണ്ട്. എത്ര പ്രാവശ്യം പറയണം നിന്നോട് 6 മണിക്ക് മുൻപ് വീട്ടിലെത്തണമെന്ന്? ഒരു തവണ പറഞ്ഞ മനസ്സിലാവില്ലേ? ഇതെന്നും നിന്റെ അടുത്ത് വന്ന് പറയണോ? അതിനൊരു വിരാമം ഇടുകയാണ്, ഫുൾ സ്റ്റോപ്പ് ഇട്ടുകൊണ്ട് മീനാക്ഷി ദാമ്പത്തിക ജീവിതത്തിലോട്ട് വലത് കാലെടുത്ത് വെച്ച് കടക്കാൻ വേണ്ടിട്ട് പോവാണ്. സോ മീനു, ലെറ്റ്സ് ടോക്ക് അബൌട്ട് ബ്ലഡി 10 acres of land. ഇപ്പൊ എങ്ങനെ ഇരിക്കണം? അങ്ങനെ ചോദിക്കും കൂടെ എന്തോ പറയണം, നമുക്ക് അറിഞ്ഞൂടാ, നമ്മള് കേട്ടോണ്ടിരിക്കണം. അതായത് ഉത്തമ മനസ്സിലായി. ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്നു. എന്താ പറയാ, കൊറേ നാളത്തെ എന്റെ ഒരു റിലേഷൻഷിപ്പ്. അത് ഞാൻ പറഞ്ഞ ബാക്കി ഞാൻ കംപ്ലീറ്റ് ചെയ്യാം. ഇതൊരു അറേഞ്ച് മാരേജ് അല്ല. അത് നമുക്ക് ശരിയാവൂല, നമുക്ക് അത് ശരിയാവൂല. സോ അതുകൊണ്ട് അവൾ ലവ് മാരേജ്. എത്ര വർഷം മീനു? ഞങ്ങക്ക് തമ്മിൽ 10 വർഷത്തെ ഞങ്ങളുടെ ബന്ധമാണ്. 10 years of relationship. അങ്ങനെ 10 വർഷത്തെ ഗൈസ്, 1-2 വർഷമല്ല, 10 വർഷത്തെ ഇവരെ കണ്ടിന്യൂസ് ആയിട്ട് തീവ്രമായിട്ടുള്ള പ്രേമം ഞാൻ കണ്ടതാണ്. ഇവരുടെ തീവ്ര പ്രേമത്തിൽ വീട്ടുകാർ പറഞ്ഞു, ഇനി നിങ്ങൾ പ്രേമിച്ചാൽ ശരിയാവില്ല, സോ നമുക്ക് കെട്ടിക്കാന്ന് പറഞ്ഞ് അവർ കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അത് ഇന്ന് 10 വർഷം മെയ് 10-ാം തീയതി അവർ ചിങ്ക് ചിക്ക കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. ജനുവരി ആകുമ്പോഴത്തേക്കും 10 വർഷം ആവും തോന്നുന്നു. യെസ്. അവൻ കാണാൻ പറയുന്നത് അത് അവക്കില്ലാത്തല്ലേ അവൾ പെട്ടേ. മീനു, ഇപ്പൊ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനും എനിക്കും പിന്നെ ഇത് കണ്ടോണ്ടിരിക്കുന്ന ആൾക്കാർക്കും ഈ പുല്ലുമേടുകൾക്കും ഈ പോത്തുകുട്ടിയും പോത്തുകുട്ടന്മാർക്കൊക്കെ പറഞ്ഞു കൊടുക്കുക, എങ്ങനെയാണ് 10 വർഷം നിങ്ങളുടെ റിലേഷൻഷിപ്പ് ബ്യൂട്ടിഫുൾ ആയിട്ട്. ഓഫ് കോഴ്സ് വഴക്കും അടിയൊക്കെ ഉണ്ടാവും, അതില്ലാത്ത റിലേഷൻഷിപ്പ് ഇല്ല. പക്ഷെ ഈ 10 വർഷം മെയിൻറ്റെയിൻ ചെയ്ത് നിങ്ങൾ അണ്ടർസ്റ്റാൻഡ് ചെയ്ത് നിങ്ങൾ എങ്ങനെ അടിപൊളിയായിട്ട് കൊണ്ടുപോയെന്ന് വിവരിച്ചാലും അത് 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. എനിക്ക് അതിന് ഉത്തരം തരാവോ? അല്ല നീ വീട് വരെ എന്നെ വധിക്കരുത്. 10 വർഷത്തെ റിലേഷൻഷിപ്പ് എന്ന് പറയുമ്പോൾ അത് വെറുതെ അല്ല, ചെറിയ 1-2 വർഷമല്ല, 10 വർഷം എന്ന് പറയുമ്പോൾ അത് വലിയ വർഷമാണ്. നിങ്ങൾക്ക് ചിലപ്പോൾ ഇത് സിമ്പിൾ ആയിട്ട് പോയായിരിക്കും. നമുക്ക് 10 വർഷം എന്ന് പറയുമ്പോൾ ഭയങ്കര അടിപൊളിയാണ്. ഇവിടെ 10 വർഷത്തിൽ ഒരാളെ പ്രേമിച്ച സമയത്ത് ഞാൻ അതിന്റെ ഇടയിൽ 2 പേരെ പ്രേമിച്ചു. അടിപൊളി. ഓക്കെ, സോ അത് സ്ലോപ്പായിപ്പോയി. ഒരേ സമയം 2 പേരെ പ്രേമിച്ചെന്നല്ല, ഒരാളെ ഞാൻ ആദ്യം തീവ്രമായി ഞാൻ 3-4 വർഷം 5-6 വർഷം പ്രേമിച്ചു. അത് കഴിഞ്ഞ് വേറൊരാളെ ഞാൻ 1.5 വർഷം പ്രേമിച്ചു. ഫ്ലോപ്പ്. ഓക്കെ, അത് നമുക്ക് സംഭവിക്കാം, പക്ഷെ നമ്മൾ അതിൽ തളരരുത് രാമൻകുട്ടി, തളരരുത്. വേദനിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല, എന്റെ വേദന കൊണ്ട് പറഞ്ഞതാണ്. അതോടെ ഞാൻ നിർത്തി പ്രേമിക്കാം. 10 വർഷത്തിന്റെ ഇതൊന്നും അല്ല, റിലേഷൻഷിപ്പിൽ എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല അണ്ടർസ്റ്റാൻഡിങ് ആയിരിക്കണം. പിന്നെ നല്ലൊരു ഫ്രണ്ട്ഷിപ്പ്. ഞങ്ങൾക്ക് എപ്പോഴും ഞങ്ങൾ ആദ്യം ഫ്രണ്ട്സ് ആയിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ റിലേഷൻഷിപ്പ്. ഞങ്ങളെ ഫ്രണ്ട്ഷിപ്പ് ഭയങ്കര ഇതായിരുന്നു, സ്ട്രോങ് ആയിട്ടുള്ളൊരു ബേസ് ഫൗണ്ടേഷൻ ആയിരുന്നു. അതായത് ഒരു റിലേഷൻഷിപ്പിൽ നമുക്ക് പേടിക്കാതെ സംസാരിക്കാൻ പറ്റണം, തുറന്ന് പറയാൻ പറ്റണല്ല. അവൻ പറയാതെ തിരിച്ചു പറയും. അവൻ ഇത് വീഡിയോ എടുത്ത് തന്നെ വിളിക്കും, ഇതിന്റെ സ്ക്രിപ്റ്റ് വിളിയെന്ന് പറയും. ചില സംഭവിച്ചാലും സാധ്യത. അതുകൊണ്ട് ഇപ്പൊ എന്താ
ഓക്കെ. ഇനി വേറൊരു കാര്യം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ലോയൽ ആയിരിക്കണം, ലോയൽറ്റി ഉണ്ടാവണം എന്നുള്ളതാണ്. അത് ദൈവം സഹായിച്ച ടച്ച്വുഡ് എനിക്ക് കിട്ടി, നിനക്ക് കിട്ടിയില്ല. നോവിക്കാൻ വേണ്ടി ഞാൻ പലതും പറയും. എന്നറിഞ്ഞാൽ എനിക്ക് സന്തോഷമാകും. ദുഷ്ടനാണ് ഞാൻ. ശവത്തിൽ കുത്തരുത് രാമകുട്ടിയും, കുത്തരുത്. ടച്ച്വുഡ് നന്നായിട്ട് തന്നെ ഇപ്പോഴും ഇതുവരെ 10 വർഷമായിട്ട് നല്ലതായിട്ട് തന്നെ പോകുന്നുണ്ട്. അപ്പൊ പ്രശ്നം ഗുരുതരമാണ്. പിന്നെ അങ്ങനെ നല്ലൊരു എന്താ പറയണ ഒരു എന്തൊരിതത്, ഇങ്ങനെണ്ടൊരിത്, അല്ലെങ്കിൽ തന്നെ ആകൊരു ഇതായിട്ട് ഇരിക്കപ്പെടരുത്. അതിന്റെ ഇടയില വേറൊരിത്, അല്ലെങ്കിലും വളരെ ഇതായിട്ടുള്ള ഒരു ഇതാണ് ഓൻ എപ്പോഴുള്ള ഒരു ഇത്. ഇതെല്ലാം കഴിഞ്ഞിട്ട് നല്ലൊരു പിന്നെ ഉണ്ടാവണമെന്ന് പറഞ്ഞൊരു ലവ് ആണല്ലോ. ആ ലവ് അതേ കണക്ക് നിങ്ങൾ ശ്രദ്ധിക്കണം, ലവ് ആണല്ലോ. ആ ലവ് നമ്മളെന്താ പറയണ ഒരാളെ തന്നെ, അതായത് ഫോളിങ് ഇൻ ലവ് വിത്ത് എന്റെ മോള് ഡിഗ്രിയാണടാ, ഡിഗ്രി. വീട്ടിലും ഞങ്ങൾ ഇംഗ്ലീഷിലെ പേശാറുള്ളൂ. സെയിം പേഴ്സൺ അഗൈൻ ആൻഡ് അഗൈൻ for every day to the rest of our life എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടല്ലോ. എക്സ്ക്യൂസ് മീ, വാട്ട്സ് ഹാപ്പനിങ് ഹിയർ? പക്ഷെ അതിലൊരു സംഭവം ഉണ്ട്, ഒരു എക്സ്പെക്ഷണൽ കേസ് ഉണ്ട്. അത് കറക്റ്റ് പേഴ്സൺ ആയിരിക്കണം, എങ്കിൽ നമുക്ക് ഡെയിലി പ്രേമിക്കാൻ പറ്റുള്ളൂ. ലവ് വഴിയുള്ളൂ. അത് ശരിയാണ്. നമ്മളെ തന്നെ വെറുത്തു. എനിക്ക് അതെല്ലാം ഒരു പേഴ്സണിൽ ഞാൻ കണ്ടു, എനിക്ക് കിട്ടി. അപ്പം തന്നെ ഒരു നല്ല ഫ്രണ്ടും എന്റെ എന്താ പറയണ എന്റെ ഏറ്റവും നല്ല കുറെ കാര്യങ്ങൾ, ഞാൻ ആഗ്രഹിച്ച കുറെ കാര്യങ്ങൾ അവിടെ എനിക്ക് കണ്ടു. അപ്പം ഞാൻ ആദ്യം ഇഷ്ടപ്പെട്ടു, ഇപ്പൊ ഞങ്ങൾ കെട്ടാതെ തീരുമാനിച്ചു. അങ്ങനെയല്ല, ഇവരെ തീവ്രമായ പ്രേമം കണ്ട് വീട്ടുകാർ പറഞ്ഞു നഹി ഇനി അങ്ങോട്ട് പോയാൽ ശരിയാവൂല, കെട്ടിക്കണം. അങ്ങനെ അവർ കെട്ടാൻ വേണ്ടിട്ട് ടാഗ് ഇടാതെ ഞങ്ങൾ തീരുമാനിച്ചപ്പോ ഞങ്ങളുടെ എന്റെയും ആളുടെയും ഫസ്റ്റ് ഐഡിയ എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് എൻഗേജ്മെന്റോ അങ്ങനെ എന്തെങ്കിലും മതി എന്നുള്ളതായിരുന്നു. കുറച്ച് കഴിഞ്ഞിട്ട് കല്യാണം എന്നൊക്കെ ആയിരുന്നു. പക്ഷെ ഞങ്ങളെല്ലാം നോക്കിയപ്പോഴത്തേക്ക് വീട്ടുകാർ കല്യാണത്തിന്റെ മുഹൂർത്തമൊക്കെ എടുത്ത് വീട്ടിലൊക്കെ വന്നിട്ട് ദിവസം നിന്റെ കല്യാണം ചിരിപ്പിക്കില്ല. ആ മുഹൂർത്തങ്ങൾ തന്നെ നീ ഓർപ്പിക്കരുത്. അതായത് എന്റെ അടുത്ത് പറഞ്ഞത്, ഇവിടെ വന്നപ്പോ പറഞ്ഞത്, ഈ വർഷം ഞാൻ ചോദിച്ചു മീനാക്ഷി നിങ്ങൾ കെട്ടുമോ എന്ന് ചോദിച്ചു. അപ്പൊ മീനാക്ഷി അന്തരിച്ചിട്ട് വർത്താനോ, അങ്ങനെ കെട്ടാൻ പറ്റിയൊരു പ്രായമാണോ എനിക്ക്, അങ്ങനെ ഇങ്ങനെ ഡയലോഗ് പറഞ്ഞ് അവളെ ഊശാൻ തടി ചുണ്ടൊക്കെ ഇനി വന്ന് എന്നെ വന്ന് വെട്ടണ രീതിക്കായി. പക്ഷെ എന്നിട്ട് ഞാൻ അവളടുത്ത് ഞാൻ ഒരു ഗുഡ് ന്യൂസ് ഷെയർ ചെയ്തപ്പോഴത്തേക്ക് ഒരു 10 ദിവസം കഴിഞ്ഞപ്പോ മീനാക്ഷി അതെ മെയ് 10 കല്യാണമാണ് കേട്ടോ. അപ്പൊ എനിക്ക് ഭയങ്കര ബിസി ഷെഡ്യൂൾ ആയിപ്പോയെല്ലാം, ഭയങ്കര ടൈറ്റ് ആയിപ്പോയെല്ലാം കൂടെ. അപ്പം ഇങ്ങനെ കല്യാണ കാര്യം പറഞ്ഞപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞത്, ഇവൾ എൻ്റെ അടുത്ത് പറഞ്ഞത് വളരെ ചെറിയൊരു കല്യാണം എന്നാണ് പറഞ്ഞത്. അപ്പൊ ഏകദേശം ഒരു 10 ഫംഗ്ഷൻ കേട്ടോ. ഹൽദി തലേ ദിവസം ഇവിടെ ലാച്ചായിട്ട് വരണവർക്കൊക്കെ പോണവർക്ക് മുട്ടായി കൊടുക്കും, ആ ഒരു പരിപാടി. 3-ാമത്തെ ദിവസം കല്യാണം. ഓക്കെ, എക്സ്ക്യൂസ് മീ, സ്വിച്ച് ഒന്ന് നിർത്തി ഞങ്ങൾക്ക് പറയായിരുന്നു. മീനാക്ഷി ഹൽദി ഉണ്ട്, പിന്നെ തലേ ദിവസം ഇവിടെ ലാച്ചായിട്ട് നാട്ടുകാർക്ക് മുട്ടായി എടുക്കേണ്ട ഒരു പരിപാടി. അത് കഴിഞ്ഞിട്ട് കല്യാണം ഉണ്ട്. കല്യാണം കഴിഞ്ഞതിന് ശേഷം പിന്നെ എന്തോന്ന് മീനാക്ഷി, കല്യാണം കഴിഞ്ഞ് എന്ത് ചെയ്യണം? സദ്യ ഉണ്ണും, അത് കഴിഞ്ഞിട്ട് പായസം കുടിക്കും, അത് കഴിഞ്ഞിട്ട് ഇല എടുത്ത് കളയും. റിസപ്ഷൻ. കിഷകുട്ടി വെച്ചത് പറ്റതല്ലേ? കല്യാണം കഴിഞ്ഞ് റിസപ്ഷൻ കഴിഞ്ഞിട്ട് പിന്നെ ഫസ്റ്റ് നൈറ്റ് വ്ലോഗ്, അങ്ങനെ കുറച്ച് പരിപാടികൾ മാത്രം. അപ്പൊ അത്രയേ ഉള്ളൂ ഗൈസ്, ഒരു 10 ദിവസത്തെ പരിപാടി. അങ്ങനെ ഒരു സിമ്പിൾ കല്യാണമാണ് എന്റെ കൂട്ടുകാർ ഉദ്ദേശിച്ചത്. പിന്നെ എത്ര പേരുള്ള ഫംഗ്ഷൻ തന്നെ 200 പേരേ ഉള്ളൂ. കല്യാണത്തിന് ഇന്റിമേറ്റ് വെഡിങ് ആണ്. നമ്മള് പുറത്തൊക്കെയാണ്, അതായത് നമ്മൾ ഈ പുറത്ത് കൊച്ചി അങ്ങോട്ട് കൊച്ചിയിലുണ്ട് മീനു 50 എന്താണ് ഇയാൾക്ക് വേണ്ടത്? ഓ ആ ചേട്ടൻ തലയെ മറിച്ചോണ്ട് ഇവിടെ വിളിയാരണം. പേരുണ്ടാട്ടോ ഇതിന്? പേരിട്ടിട്ടുണ്ടാ? മണിക്കുട്ടി. അതായത് നമ്മൾ ഈ പുറത്തോട്ടൊക്കെ അണ്ട് ഒരു മേരി വൃത്തിയുടെ സ്വഭാവം കാണിക്കല്ലേ, മാ തുറക്കുമ്പോ എന്റെ സൗണ്ട് ഒരേപോലെ ഇരിക്കണം. നാണിച്ചു പോയത് മണിക്കുട്ടി. എടി 5 സെക്കൻഡ് എടി താടി, 5 സെക്കൻഡ് തരൂ. 5 മിനിറ്റ് മണിക്കുട്ടി. നമ്മൾ ഈ കൊച്ചിയിലൊക്കെ ഞാൻ കണ്ടോണ്ട് ഇന്റിമേറ്റ് വെഡിങ്, അതായത് ഒരു 50 പേർക്കൊക്കെ ഇതെന്നാ. പക്ഷെ നമ്മളൊക്കെ ആൾക്കാരുടെ ഇടയിൽ, അല്ലെങ്കിൽ നമ്മളെയൊക്കെ ഇടയിലെന്ന് പറയുന്നത് എന്തരുതേ, നമ്മളെയൊക്കെ ഇടയിലെന്ന് വെച്ചാൽ കുറെ നേരമായിട്ട് ഞാൻ ക്ഷമിക്കണം. അപ്പൊ അവൾക്ക് ഞാൻ വാ തുറക്കുമ്പോ അവളും കൂടെ തുറക്കും.
അപ്പം നമ്മളെ കടയിലെന്ന് വെച്ചാൽ 200 വെച്ച് നമുക്ക് ഇന്റിമേറ്റ് വെട്ടി 200 തന്നെ അവള് വെട്ടിക്കുറച്ചാണ്. ഞാൻ ലിസ്റ്റ് ഒക്കെ എടുത്ത് വന്നപ്പോഴത്തേക്കും എന്റെ സൈഡിൽ നിന്ന് ഉണ്ട് 100-200 പേരെന്നുള്ള അവസ്ഥയായിരുന്നു. അങ്ങനെ വെട്ടിക്കുറച്ച് 200 പേര് നമ്മ കല്യാണത്തിന് കാണാൻ കഴിയും അതെന്തിനാണെന്നുള്ളത്. ഓക്കെ, അപ്പൊ അത്രേ ഉള്ളൂ. അപ്പൊ മീനാക്ഷി ചെറുക്കനെ കുറിച്ച് ചുമ്മാണേ എങ്ങനെയല്ലേ അത് ചോദിക്കലല്ലേ പറഞ്ഞിരിക്കുകയാണ്, ഞാൻ വിട്ടുപോയി. ഓക്കെ, അനുവിനെ കുറിച്ച് അനു എന്നാണ് കേട്ടോ പുള്ളിയുടെ. ഞാൻ എന്തിനു പറയണ, നീ പറ നിന്റെ പയ്യനെ കുറിച്ച് നീ കേവലം 2 വാക്കിൽ ഒതുക്കണം. പുള്ളിയുടെ പേര് അനൂപ് എന്നാണ്. പുള്ളി ഇപ്പോൾ ഇവിടെ ഇല്ല, ആളിപ്പോ ഇവിടെ ഇല്ല, ശല്യം കാരണം നാട് വിട്ടു, പുറത്താണ്. കല്യാണ സമയം ആകുമ്പോഴേ വരുവുള്ളൂ. പിന്നെന്തോന്നു, അങ്ങനെയൊക്കെ തന്നെ നല്ലൊരാളാണ്. നല്ലൊരു ഇതാണ്. ഒരു ഇതുള്ളതുകൊണ്ട് തന്നെ അവ അവിടെ പോയി ഒരു ഇതാണ്. ഇനി അവിടെ നിന്ന് ഒരു ഇതും കൊണ്ട് വന്നിട്ട് വേണം എവിടെ ഇതുമായിട്ട് ഒരു കാക്കൂക്കോ ആക്കാൻ വേണ്ടിയിട്ട്. പാവമാണ്, നല്ല സ്വഭാവമാണ്, പാവം ഒരു കൊച്ചാണ്, ചെറുക്കനാണ്. നീ വിചാരിക്കുന്നത് പോലെയുള്ള ആ പോപ്പിയൊന്നുമല്ല ഞാൻ. എനിക്ക് എന്ത് പറയാ, ചില സമയത്ത് അവന്റെ അവസ്ഥ ആലോചിച്ച് എനിക്ക് എന്നെ പരിതാപം, എന്നെ കുറെ നാളായി സഹിക്കുന്നു. വായിൽ നല്ല നോണയൊന്നും വന്നില്ലടാ. അല്ലെങ്കിൽ വാവിട്ട വാക്കും വയറുവിട്ട വളി രണ്ട് തിരിച്ചെടുക്കാൻ പറ്റൂല. അതൊക്കെ ആലോചിച്ച് ഞങ്ങൾക്കൊക്കെ ഒരു വിഷമമുണ്ട്. അപ്പം കുഴപ്പമില്ല, അങ്ങനെ തന്നെ വേണോടാ, നിനക്ക് അങ്ങനെ തന്നെ വേണം. ഓക്കെ, അപ്പൊ അത്രേ ഉള്ളൂ. സോ ഫൈനലി മൈ ബെസ്റ്റ് ഇഷ്ടപ്പെടണല്ലോ കേട്ടോ, നിനക്ക് ഞാൻ ചെറുക്കനെ ആലോചിച്ച് തരും. അവള് പ്രസവിച്ചിട്ട് നിൽക്കുകയാണ്, നീ ഇനി ചെറുക്കനെ കൊണ്ട് കൊടുക്കണ്ട. മാമ പറ്റി. സോ ഫൈനലി മൈ ബെസ്റ്റ് ഫ്രണ്ട് ഗെറ്റിംഗ് മാരീഡ്. ആ ഹാപ്പി ന്യൂസ് ഞങ്ങൾ അറിയിക്കുന്നു. എനിക്ക് എന്റെ പേഴ്സണൽ ഇത് പറയാം, എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. പക്ഷെ ഫംഗ്ഷൻ ഭയങ്കര അടുത്തായി പോയെന്നുള്ളൊരിത് മാത്രമേ എനിക്കുള്ളൂ. ബാക്കി കുറച്ച് ബിസിയാണ്. അപ്പൊ ഞങ്ങൾ എല്ലാരും നമ്മളെല്ലാരും കുറച്ചൊന്ന് നല്ല ബിസിയാണ്. അപ്പൊ അതുകൊണ്ട് എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് അവള് കല്യാണം കഴിക്കുന്നതില്. ആൻഡ് അവളുടെ ഇത്രയും വർഷത്തെ ലവ്, ലൈക്ക് അതൊരു മാരേജ് എന്ന് പറഞ്ഞാൽ ഭയങ്കര വലിയ കാര്യമാണ്. ആ ഒരു എന്താ പറയാ സോൾമേറ്റിനെ കിട്ടിയതിലും ഹാപ്പി ആയിട്ട് ഇനി എന്നും നീ അങ്ങോട്ട് പോണം. എന്തോ ഓക്കെ, ഡെഫിനറ്റ്ലി ഞാൻ കേട്ടോ സൗണ്ട് കൊടുക്കാൻ പറഞ്ഞപ്പോ കൊടുത്തത്. അപ്പം ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന നിനക്കുണ്ടായിരിക്കും. ബാബുസ്വാമി ഡാൻസ് കളിക്കും, നൃത്തം ചെയ്യും. ബാബുസ്വാമി ഡാൻസ് കളിക്കും. അപ്പൊ അത്രയൊക്കെയുള്ളൂ. സോ ഗൈസ്, അപ്പൊ നമുക്ക് മീനാക്ഷിയുടെ കല്യാണം ആടിച്ച് പൊളിച്ച് തകർത്ത്, അതായത് കല്യാണം കഴിയുമ്പോ മീമിന്ന് മാമി വീടൊക്കെ ക്ലീൻ ചെയ്ത് അമ്മ ഇതായിരിക്കും. സോ നമുക്ക് അടിച്ച് പൊളിച്ച് തകർക്കണം. മീനു, കല്യാണം കഴിഞ്ഞിട്ട് എന്താ നിന്റെ പ്ലാൻ? ചോറുണ്ടോ, സദ്യ കഴിക്കണം. ഞാൻ അതല്ല ഉദ്ദേശിച്ചത് ഭാവി പ്ലാൻ. അയ്യോ പറയാൻ, അനു ഇവിടെ ഇല്ല കേട്ടോ, അനു കാനഡയിലാണ്. അപ്പൊ എന്റെ മീനാക്ഷി ഒരു 1-2 വർഷത്തിനകത്ത് മീനാക്ഷിയും പോകും. എത്രയും പെട്ടെന്ന് പോകാനാണ് മീനാക്ഷി കാത്തിരിക്കണം. ബിക്കോസ് അവളൊരു പെൻക്വിൻ കുഞ്ഞാണ്, അവൾക്ക് തണുപ്പുണ്ടല്ലേ പറ്റുള്ളൂ. അപ്പൊ അവിടെ ചെന്ന് ഐസൊക്കെ കശത്തി കഴിക്കാറാണ് അവൾക്ക്. അങ്ങനെയൊക്കെ ഒരുപാട് അങ്ങനത്തെ പ്ലാൻസ് ഉണ്ട്. അപ്പം അതൊക്കെ നടക്കുമ്പോ ദൈവസഹായം കൊണ്ട് നടക്കട്ടെ, എത്രയും പെട്ടെന്ന് തന്നെ നടക്കട്ടെ. തന്നെ എല്ലാം അടിപൊളിയായിട്ട് നടക്കുന്നു, സൂപ്പർ ആവട്ടെ, അതാവട്ടെ എന്ന് നമ്മൾ വിചാരിക്കണം. പിന്നെ എന്തോന്ന് കല്യാണം കഴിഞ്ഞിട്ട് അത് തന്നെ മെയിനായിട്ട് ഞാൻ പിന്നെ എന്താ കല്യാണം കഴിഞ്ഞ് വേറെന്തരണ്ടാണ് മൈൻഡിൽ എന്നിട്ട് കല്യാണം കഴിഞ്ഞിട്ട് ചോറൊക്കെ കൊണ്ട് കിടന്നുറങ്ങും. നന്ദി. അപ്പൊ അത്രേ ഉള്ളു ഗൈസ്. അപ്പം എല്ലാരും വിഷ് ചെയ്യാം എന്റെ ഫ്രണ്ടിനെ കല്യാണം കഴിക്കാൻ വേണ്ടിട്ട് പോകുന്നതില്. സോ ഞങ്ങൾ എല്ലാരും ഭയങ്കര ഹാപ്പിയാണ്. കാരണം ഇത്രയും വർഷത്തെ അവളെ റിലേഷൻഷിപ്പ് കല്യാണത്തിലോട്ട് എത്തുമ്പോഴത്തേക്ക് ഓഫ് കോഴ്സ് നമുക്ക് ആ ഒരു മൊമെന്റ്, ആ താലി കെട്ടുന്ന മൊമെന്റിനൊക്കെ ഇവള് ആദ്യം തൊട്ടേ എന്റെ കൂടെ ഉണ്ടായിരുന്നു. അതായത് ഇവള് പ്രേമിക്കുന്നു, നിന്റെ എത്ര പ്രേമം കണ്ടിരിക്കുന്നു, നിന്റെ ഈ അവസാനത്തെ പ്രേമം കൂടെ ഞാൻ കാണാൻ. ഞാൻ എന്താണെന്ന് വെച്ചാൽ കൊച്ചിലേക്ക് നമ്മളിങ്ങനെ ഇൻഫാക്ച്വേഷൻ ഒക്കെ പറയാം, അത്രേ ഉള്ളൂ, അല്ല അങ്ങനെയൊന്നുമല്ല. അപ്പൊ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് അവളിങ്ങനെ കല്യാണം കഴിച്ച് അടിപൊളിയായിട്ടൊക്കെ ജീവിക്കാൻ പോകണമെങ്കിൽ. ഐ എം വെരി വെരി ഹാപ്പി ആൻഡ് പ്രൗഡ് ഓഫ് യു. മീനു, നീ ഹാപ്പിയാണെന്ന്? ഓഫ്കോഴ്സ് ഞാൻ ഹാപ്പിയാണ്. ഓ അങ്ങനെ. മറ്റേ നെക്സ്റ്റ് സ്റ്റെപ്പ് അല്ലേ ലൈഫിൽ, ഇതാണ് സുപ്രധാനം. മറ്റേ 10ാം ക്ലാസ് +2 ഒക്കെ സുപ്രധാനം എന്ന് പറഞ്ഞിട്ട് ജോലി കിട്ടണതായി സുപ്രധാനം. അത് കഴിഞ്ഞിട്ട് ഒരു സുപ്രധാന വഴിത്തിരിവിലേക്ക്, അടുത്ത സുപ്രധാന വഴിത്തിരിവിലേക്ക് വേറൊരു, അതായത് ഒരു ഇപ്പം വേണമെങ്കിൽ ഇങ്ങനെ ലൈഫ് മുമ്പോട്ട് കൊണ്ടുപോകാം, പക്ഷെ ഒരു ചേഞ്ച്, ഡീവിയേറ്റ് ദ പാത്ത്, ഒരു ചേഞ്ച്. ചേഞ്ച് ഇല്ല, ഇഷ്ടമല്ലാത്ത ഇങ്ങനെ പ്ലെയിൻ ആയിട്ട് പോയിക്കൊണ്ടിരിക്കണം. അപ്പൊ നമുക്കൊന്ന് ഉയർത്തിക്കൊണ്ടുപോകാം. അത്രേ ഉള്ളൂ. അപ്പോൾ കല്യാണം കഴിച്ച് സെറ്റ് ആക്കട്ടെ. എന്തൊരു പെണ്ണും പിള്ള
കല്യാണമൊക്കെ നിന്നല്ല ഞാൻ പോത്തിനെന്ന് പറയുന്നത്. ഓക്കെ, സോ അപ്പൊ അത്രേ ഉള്ളു ഗൈസ്. അപ്പം മീനാക്ഷി കല്യാണം കഴിക്കുന്നുണ്ട്. പിന്നെ അതിൽ കുറെ പേര് എന്റെ കമന്റ് ബോക്സ് വന്ന് ചോദിക്കുന്നുണ്ട് മെയ് 10 കല്യാണം അല്ലേന്ന്. മെയ് 10 എന്റെ കല്യാണം അല്ല, മീനാക്ഷിയുടെ കല്യാണമാണ്. സോ അപ്പൊ അത്രേ ഉള്ളു. അപ്പൊ നമുക്ക് അടുത്തൊരു വീഡിയോ കാണുന്നവരെ ടാറ്റാ ബൈ ബൈ. പോവാം. ടാറ്റാ.